പാചകവാതക പ്രതിസന്ധിക്കിടെ ആശ്വാസത്തിന്റെ വാർത്ത എത്തിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യൻ കപ്പലുകൾ കടത്തിവിടുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഇറാൻ. നമ്മുടെ അടുക്കളയിൽ അടക്കം ഉരുണ്ടുകൂടിയ ആശങ്ക വഴിമാറുന്നു. ഇന്നത്തെ പ്രൈം സ്റ്റോറി കടൽ കുരുക്ക് അഴിയുമ്പോൾ ഇന്ത്യൻ കപ്പലുകൾ കടന്നുവരാനുള്ള നടപടികൾ സ്വീകരിച്ചതായി ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫത്താലി ഇന്ന് വ്യക്തമാക്കി. ഇന്ന് രാവിലെ ഇറാൻ കടത്തിവിട്ട 2 ഇന്ത്യൻ കപ്പലുകൾ മുന്ദ്രയിലും കാണ്ഡലയിലും വൈകാതെ ചരക്കുകൾ ഇറക്കും. शिवाली को नंदा देवी ये एलपीजी कैरी करते हैं, एलपीजी कैरियर्स हैं. इन्होंने आज अर्ली मॉर्निंग, देर रात में अर्ली मॉर्निंग स्ट्रेट ऑफ हॉर्मुज क्रॉस किया सेफली और ये भारतवर्ष की तरफ बढ़ रहे हैं. इनमें करीब 92,700 मेट्रिक टन एलपीजी है और इनका अराइवल पोर्ट मुंद्रा और कांडला होगा और इनकी एक्सपेक्टेड अराइवल डेट्स 16 मार्च और 17 मार्च होंगी क्रमानुसार. പി ബസന്ത് ഡൽഹിയിൽ നിന്നും. ബസന്ത്, ഇന്ത്യ ഇറാൻ ബന്ധത്തെ മുൻനിർത്തിക്കൂടിയാണ് അംബാസഡർ ഇന്നലെയും അദ്ദേഹത്തിന് പ്രതികരണം ഉണ്ടായിരുന്നു, ഇന്നും സംസാരിച്ചത്. ഈ ഒരു നിലയിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ ആശങ്കകൾക്ക് വേഗം ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് 28 ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് 24 എണ്ണം പടിഞ്ഞാറൻ ഭാഗത്തും കിഴക്കൻ ഭാഗത്ത് 4 കപ്പലുകളും ഉണ്ട് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചിരുന്നത്. ഇന്നിപ്പോൾ 2 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്ന്, അതായത് ഇറാൻ്റെ അനുമതിയോടുകൂടി കടന്ന് മുന്ദ്രയിലും കണ്ഡലയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മാർച്ച് 16-നും 17-നുമായിട്ട് ഇവ തീരത്തെത്തും എന്നാണ് അറിയിക്കുന്നത്. അതേസമയം ഇന്ന് ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് 22 കപ്പലുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്നലത്തെ കണക്കിൽ നിന്നും 6 എണ്ണത്തിൻ്റെ വ്യത്യാസം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ചേർത്ത് വേണം നമുക്ക് ഇറാൻ അംബാസഡറുടെ വാക്കുകൾ വായിക്കേണ്ടത്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഇന്ത്യൻ കപ്പലുകൾ കടത്തിവിടും ഹോർമൂസ് കടലിടുക്ക് വഴി എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് എന്നുള്ളത് വിശദീകരിക്കാൻ തനിക്ക് ഇപ്പോൾ കഴിയില്ല. അവിടുത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, 22 കപ്പലുകൾ ഇനി ഇന്ത്യയിൽ വരാനുണ്ട്. അവ കടത്തിവിടും എന്നുള്ള സൂചന തന്നെയാണ് ഇറാൻ അംബാസഡർ നൽകുന്നത്. മറ്റൊന്ന്, ഗൾഫ് ഓഫ് ഒമാനിൽ ഇന്ത്യയുടെ 3 നാവിക കപ്പലുകൾ ഉണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. റഡാർ ട്രാക്ക് ചെയ്തുകൊണ്ടുള്ള ചില സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ഇക്കാര്യത്തിൽ ചില വിവരങ്ങൾ വരുന്നത്. നാവിക സേനയുടെ 3 കപ്പലുകൾ ഗൾഫ് ഓഫ് ഒമാനിലുണ്ട്. അത് ഈ ഇന്ത്യയുടെ കപ്പലുകൾ, ഇന്ത്യയുടെ ചരക്ക് കപ്പലുകൾ അവിടെ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന്, അവരെ അനുഗമിക്കുന്നതിന് വേണ്ടി, അവർക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഉള്ള കപ്പലുകളാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. ഒരെണ്ണം ഡിസ്ട്രോയർ തന്നെയാണ്, അതായത് പടക്കപ്പലിലെ തന്നെ ഏറ്റവും ഡിസ്ട്രോയർ വിഭാഗത്തിലുള്ളതാണ് ആ കപ്പൽ എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും ഇന്ത്യക്ക് ആശ്വാസം നൽകുന്ന വിവരങ്ങളാണുള്ളത്. ഏകദേശം 700-ലധികം ഇന്ത്യൻ നാവികരുള്ള 22 കപ്പലുകളാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിയിരിക്കുന്നത്. അതിൽ LPG, LNG, അതോടൊപ്പം തന്നെ രാസവളങ്ങൾ, അതോടൊപ്പം തന്നെ കണ്ടെയ്നറുകൾ, ഇവയെല്ലാം തന്നെ ഉണ്ട്. ബൾക്ക് കാരിയേഴ്സ് ഉണ്ട് എന്നാണ് ഇന്ന് ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ദിവിഷ്. പി ബസന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രതീക്ഷയുടെ വാർത്തകൾ തന്നെയാണ്. 22 കപ്പലുകൾ കൂടി ഇന്ത്യയിലേക്ക് എത്തിച്ചേരാനുണ്ട്. ഇതിൽ 6 എണ്ണത്തിൽ LPG ഉണ്ട്. ഇവ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നാൽ രാജ്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കപ്പെടും. ഇറാനുമായി നടത്തിയ നിരന്തരമായ ഇടപെടലാണ് ഇതിലേക്ക് വഴിവെച്ചത്. നമ്മുടെ കപ്പലുകൾ വിട്ട് ക്രൂഡ് ഓയിലും LNGയും എത്തിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടായേക്കാം. ഇന്ത്യൻ നാവികസേനയുടെ 3 കപ്പലുകൾ ഗൾഫ് ഓഫ് ഒമാനിലുണ്ട് എന്നതും വളരെ കരുത്തും പ്രതീക്ഷയും പകർന്ന വാർത്തയാണ്.